ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്നുദ്ദേശിച്ച് അത് വേറൊന്നുമല്ല. ചില കാര്യങ്ങൾ നമുക്ക് അതായത് ഇന്നത്തെ കാര്യം ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയാൽ അത് ശരിക്കും ഇന്ന് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ, എനിക്ക് നാട്ടിൽ പോകുന്ന പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാരോടത്തും, അങ്ങനെ പ്രവാസികൾ മാത്രമല്ല കേട്ടോ, എല്ലാവരോടത്തും പറയാനുള്ളൊരു കാര്യമാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് പോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വയ്യാത്തവരെ കാണാൻ പോവോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെയോ ചിലപ്പോൾ നമ്മൾ അത് പോട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ തിരക്കിനിടയിൽ ചിലപ്പോൾ അത് മറന്നു പോകും. പക്ഷേ എനിക്ക് വളരെ വിഷമം കൂടെ തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇപ്പം നാട്ടിൽ കഴിഞ്ഞ ഡിസംബർ, അതായത് നവംബറിൽ പോയി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു വളരെ വിഷമമുള്ളൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാസ്റ്ററായിരുന്നു, ജോൺസൺ പാസ്റ്റർ. അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളൊരു വിവരം കേൾക്കുമ്പം വളരെ വിഷമമാണ് തോന്നുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഒന്ന് പോകണമെന്നും അവിടെ പോയി കാണണമെന്നും ഒക്കെ വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണാമല്ലോ. കണ്ടോ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അതെനിക്കൊരു ശരിക്കും പറഞ്ഞൊരു വേദനയായിട്ടാണ് തോന്നിയത്. കാര്യം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പം അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ല, നമ്മുടെ ഒരു അഹങ്കാരമല്ലേ അത്. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പം കാണാമെന്നുള്ള നമ്മുടെ അഹങ്കാരവും നമ്മളതങ്ങനെ വിശ്വസിക്കുവാണ്, എന്ത് കാണാൻ പറ്റും എന്നുള്ളൊരിത്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്വയം, നമുക്ക് എന്തൊരു അഹങ്കാരമാണ് അല്ലേ, നമ്മൾ എത്ര ചിലപ്പോൾ മിണ്ടാതിരിക്കും ആൾക്കാരോട്, നമുക്ക് ഭയങ്കര കുശുമ്പാണ് അല്ലെ അവരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എപ്പോൾ വേണേലും ആരുടെ വേണേലും അവസ്ഥയ്ക്ക് എന്തുവാകാം, ഒരു ഗ്യാരൻറ്റിയില്ല മനുഷ്യൻ്റെ ലൈഫ്. പക്ഷേ എന്നാലും നമുക്ക് എന്തൊരു സ്വാർത്ഥതയാണല്ലേ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. അപ്പോൾ ആരോടാണെങ്കിലും, ഇപ്പം ഞാൻ എൻ്റെ കാര്യം കൂടെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ സ്വയം ഞാൻ വലിയ ആളാണെന്നോ ഞാൻ നല്ലതാണെന്നോ അല്ല പറഞ്ഞ്. പക്ഷേ എങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളത് തിരുത്തേണ്ട സമയമാകുന്നു. പക്ഷെ നമ്മളുടെ വേണ്ടപ്പെട്ടവരല്ല, നമുക്കങ്ങനെ അത്ര ഇതുള്ള ആരെങ്കിലും മരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാകുന്നത്. ഇനി അവരില്ലല്ലോ, ഈ ലോകത്ത് അവരില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമ്മൾ വളരെ വേദനയോടെ മനസ്സിലാക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ചയെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഒരു വയ്യാതെ കിടക്കുന്ന ഒരാളെ പോയി കാണണം, അല്ലെ ഇപ്പം വയ്യാഴികയൊന്നുമില്ല എന്നാലും ഞാൻ ഇന്ന ആളെ ഒന്ന് കണ്ടിട്ട് പോകണം, അല്ലെ ഞാൻ ഇന്നടുത്ത് പോയിട്ട് പോകണം എന്ന് നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത് പോവുക, കാണുക. നാളെ അല്ലെ അടുത്ത വർഷം എന്ന് കരുതി മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പം ഒരാളോടൊരു നല്ല കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെ ആരെങ്കിലുമായിട്ടുള്ള വഴക്ക് വേണ്ടാന്ന് വെക്കുന്നതോ, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിനേയും എല്ലാത്തിനും നമ്മൾ നാളെ എന്ന് വെക്കാതെ ഇന്ന് തന്നെ വെച്ച് ഇന്ന് തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തുവാണെങ്കിൽ എത്ര നല്ലതായിരിക്കും നമ്മുടെ ലൈഫ് അല്ലേ. അതെ, നമ്മൾ തിരുത്തേണ്ട ഒരു കാലഘട്ടം, ഒരു സമയം അടുത്തിരിക്കുന്നു. സ്വയം നമ്മൾ തന്നെ മാറണം. ഓക്കെ, ബൈ ബൈ.